ഒരു ജനാധിപത്യ രാജ്യത്ത് വലിയൊരു ഭരണഘടനാ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതിക്കോ പരാജയം സംഭവിച്ചാൽ ഒരു സാധാരണ സർക്കാർ എന്താണ് ചെയ്യുക? സ്വാഭാവികമായി ആ തെറ്റു തിരുത്താൻ നോക്കും, അല്ലെങ്കിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കും. എന്നാൽ സമകാലിക ഇന്ത്യയിൽ ഒരു വീഴ്ച ഉണ്ടായാൽ രാജ്യം കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ്. അവിടെ തെറ്റുകൾ തിരുത്തപ്പെടാറില്ല, പകരം ആ പരാജയത്തെ മൂടിവെക്കാൻ പുതിയൊരു ഇമേജ് അല്ലെങ്കിൽ പുതിയൊരു പെർസെപ്ഷൻ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദി വോയർ പ്രസിദ്ധീകരിച്ച ക്യാമറ ഓവർ കൺട്രി ദ BJP മോഡൽ ഓഫ് ഗവർണൻസ് എന്ന ലേഖനം ചർച്ച ചെയ്യുന്നത് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ചാണ്. രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധികളെക്കാൾ BJP ഭരണം ക്യാമറയ്ക്കും വാർത്താ നിർമ്മിതിക്കും എങ്ങനെ മുൻഗണന നൽകുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ലേഖനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഒരു വാക്യത്തിൽ ഒതുക്കാം: സ്ഥാപനപരമായ പരാജയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അത് തിരുത്തുന്നതിലല്ല, മറിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുന്നതിലാണ് ഈ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാം. രാജ്യത്ത് തൊഴിലില്ലായ്മ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. പണപ്പെരുപ്പവും വിലക്കയറ്റവും സാധാരണക്കാരന്റെ നടുവൊടിക്കുന്നു. കർഷക സമരങ്ങളും നീതിക്കായുള്ള ഗുസ്തി താരങ്ങളുടെ സമരങ്ങളും നാം കണ്ടു. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയോ മണിപ്പൂരിലെ വംശീയ കലാപമോ പോലുള്ള കടുത്ത ആഭ്യന്തര പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പോലും ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് കൃത്യമായ മറുപടി ഉണ്ടാകാറില്ല. പകരം ആ വാർത്തകളുടെ മുനയൊടിക്കാൻ മാധ്യമങ്ങളുടെ പുതിയൊരു ഈവന്റ് അല്ലെങ്കിൽ മറ്റൊരു വലിയ ആഘോഷം സൃഷ്ടിക്കപ്പെടും. അതായത് രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥയേക്കാൾ പ്രധാനം ക്യാമറയ്ക്ക് മുന്നിലുള്ള ഭരണാധികാരിയുടെ ഇമേജ് ആണെന്ന് വരുന്നു. ജനാധിപത്യ ഭരണത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ബ്രാൻഡ് മാനേജ്മെന്റ് പോലെയാണ് ഇന്ന് മാറ്റിമറിച്ചിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് മോശമായാൽ കമ്പനികൾ എന്തു ചെയ്യും? ആ പ്രോഡക്റ്റ് നന്നാക്കുന്നതിന് പകരം കൂടുതൽ ആകർഷകമായ പരസ്യം നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന മുഖ്യധാര മാധ്യമങ്ങളാണ്. ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് അവരുടെ PR ഏജൻസികളായി മാറിയിരിക്കുന്നു. വലിയ വീഴ്ചകൾ ചർച്ചയാകുന്ന ദിവസങ്ങളിൽ ചാനലുകളിൽ വരുന്നത് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയുള്ള ചർച്ചകളോ അല്ലെങ്കിൽ മതപരമായ വിഭജനമുണ്ടാക്കുന്ന വിഷയങ്ങളോ ആയിരിക്കും. ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നത് ഈ ഭരണ മാതൃകയുടെ ഏറ്റവും വലിയ തന്ത്രമാണ്. എന്താണ് ഈ ക്യാമറ ഭരണത്തിന്റെ യഥാർത്ഥ അപകടം? വികസനവും പുരോഗതിയും കേവലം പരസ്യം ബോർഡുകളിലും സോഷ്യൽ മീഡിയ റീലുകളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദോഷം. വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ലോകത്തെമ്പാടും വലിയ വാർത്തയാകും. എന്നാൽ അതിനുശേഷം ആ പദ്ധതികളുടെ ഗുണനിലവാരമില്ലായ്മ കൊണ്ട് പാലങ്ങൾ തകരുമ്പോഴോ വിമാനത്താവളങ്ങളുടെ മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴുമ്പോഴോ ക്യാമറകൾ അവിടെ ഉണ്ടാകാറില്ല. ഒരു രാജ്യം വികസിതമാകുന്നത് അവിടുത്തെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയരുമ്പോഴാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പട്ടിണി സൂചികയിലും പത്രസ്വാതന്ത്ര്യ സൂചികയിലും ഇന്ത്യ പിന്നോട്ട് പോകുമ്പോൾ രാജ്യം ആഗോളതലത്തിൽ വിശ്വഗുരുവായി മാറി എന്ന് വ്യാജമായ ഒരു പൊതുബോധം ജനങ്ങളിൽ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ദി വോയറിലെ ലേഖനം കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളായ പാർലമെന്റ്, മാധ്യമങ്ങൾ, ജുഡീഷ്യറി എന്നിവയുടെ സ്വതന്ത്രമായ പ്രവർത്തനമാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത്. എന്നാൽ ഇവയെല്ലാം കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുമ്പോൾ തകരുന്നത് രാജ്യത്തിന്റെ അടിത്തറയാണ്. തങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എത്ര കാലം ഭരണകൂടത്തിന് കഴിയും എന്ന ചോദ്യവും ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ കെട്ടിയുയർത്തുന്ന ഈ വികസന മാതൃകയ്ക്ക് വലിയ ആയുസ്സുണ്ടാകില്ല. കാരണം പട്ടിണിയും തൊഴിലില്ലായ്മയും അനുഭവിക്കുന്ന സാധാരണക്കാരന് PR സ്റ്റണ്ടുകൾ കൊണ്ട് വയറു നിറയ്ക്കാനാകില്ല. വോട്ട് ചെയ്യുന്ന ജനങ്ങൾ എപ്പോഴാണോ പരസ്യങ്ങൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്, അന്ന് ഈ ക്യാമറ ഭരണ മാതൃക പരാജയപ്പെടും.